وعن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم قال فقرأها رسول الله صلى الله عليه وسلم ثلاث مرار قال أبو ذر رضي الله عنه خابوا وخسروا من هم يا رسول الله قال صلى الله عليه وسلم المسبل والمنان والمنفق سلعته بالحلف الكاذب رواه مسلم. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, 3 വിഭാഗം ആളുകൾ, മനുഷ്യന്മാരിൽ 3 ഐറ്റം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി യാതൊരു സംഭാഷണത്തിനുമില്ല. അള്ളാഹു അവരെ തിരിഞ്ഞു നോക്കില്ല, അള്ളാഹു അവരോട് സംസാരിക്കില്ല, ഒരു കാര്യവും ഇവരിൽ നിന്ന് അള്ളാഹുവിന് കേൾക്കുകയും വേണ്ട. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു റഹ്മത്തിൻ്റെ ഒരു നോട്ടം പോലും, കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും ഈ 3 ഐറ്റം ആളുകളിലേക്ക് അള്ളാഹു നോക്കുകയുമില്ല. അപ്പം അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരിലേക്ക് റഹ്മത്തിൻ്റെ, അള്ളാഹിൻ്റെ റഹ്മത്തൊക്കെ നമുക്ക് കിട്ടാതിരുന്നാലുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്കൂ. പാരത്രിക ലോകത്തെ കാര്യം പറയുന്നത്, അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നമുക്ക് ഒരല്പം പോലും കിട്ടാതിരുന്നാലുള്ള നമ്മുടെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ. ഇവരിലേക്ക് അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവരെ സംസ്കരിക്കുകയുമില്ല, അവരിലേക്ക് അള്ളാഹു തിരിഞ്ഞു നോക്കുകയുമില്ല, അള്ളാഹു അവരെ ഗൗനിക്കുകയുമില്ല. അള്ളാഹു എന്തായിട്ടും ആളുകളാ. മാത്രമല്ല വലഹും അദാബുൻ അലീം, വേദനാജനകമായ അതിഭീകരമായ ശിക്ഷ ഈ 3 ഐറ്റം ആളുകൾക്ക് അള്ളാഹ് ഒരുക്കി തയ്യാറാക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. 3 ഐറ്റം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖറഅഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസ മിറാർ, ഈ ഒരു പ്രഖ്യാപനം റസൂലുള്ള 3 വട്ടം ഇങ്ങനെ ആവർത്തിച്ചു. 3 വട്ടം. അപ്പോൾ 3 വട്ടം തിരുനബി ഒരു കാര്യം പറയണമെങ്കിൽ അത് വലിയ ഗൗരവവും വലിയ സീരിയസുമുള്ള കാര്യമാണ്. റസൂലുള്ള ഒരു കാര്യം 3 വട്ടം ഇങ്ങനെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഗതി തന്നെ ആയിരിക്കും. നമുക്കങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റില്ല, അത്രത്തോളം ചിന്തയ്ക്കും അപ്പുറമുള്ള സംഗതിയായിരിക്കും. റസൂലുള്ള 3 പ്രാവശ്യം അതിൻ്റെ ഗൗരവത്തോടുകൂടി ഈ കാര്യം പറഞ്ഞപ്പോൾ ഖാല അബൂദർ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാബൂ വഖസിറൂ മൻഹും യാ റസൂലല്ലാഹ്. ഇത്രയും പരാജയപ്പെട്ട, ഇത്രയും ഗുണം കെട്ട, ഇത്രയും വൃത്തികെട്ട ഇവന്മാരാരാണ് നബിയെ? ഇവരാരാണ് നബിയെ? ഇത്രയും വൃത്തികെട്ട, അള്ളാഹു ഒട്ടും ഗവനിക്കാത്ത, പരാജയപ്പെട്ട ഇത്രയും വെടക്കാളുകൾ ആരാണ് നബിയെ? അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് തിരുനബിയോട്. ഈ സമയം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടുകൂടി സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ആരെന്നറിയുമോ? അല്ല തിരിഞ്ഞു നോക്കാത്ത, അല്ല ഗൗനിക്കാത്ത, അല്ല ഒട്ടും ഗൗനിക്കാതെ അവഗണിക്കുന്ന അതിഭീകരമായ അദാബ് ഒരുക്കി വെച്ചിരിക്കുന്ന 3 ഐറ്റം ആളുകൾ ആരെന്നറിയുമോ സ്വഹാബ? തിരുനബി പറഞ്ഞു തുടങ്ങി, അൽ മുസ്ബിൽ,
നമ്മളൊക്കെ നിസ്സാരമായി കാണുന്നൊരു തെറ്റ്, നമ്മൾ നിസ്സാരമായി കാണുന്നൊരു തെറ്റ് നാളെ പടച്ചവൻ്റെ മുന്നിൽ അള്ളാഹ് നമുക്ക് വെച്ചിരിക്കുന്ന ശിക്ഷ കേട്ടോണം. അൽ മുസ്ബിൽ, ഞെരിയാണിക്ക് താഴെ, നമ്മുടെ ഞെരിയാണിക്ക് താഴെ മുണ്ട് ഇറക്കി വെച്ച് ഉടുക്കുന്ന ആളുകൾ. ഓർക്കണേ, നമ്മൾ മുണ്ടെടുക്കുമ്പോൾ ഞെരിയാണിയുടെ മുകളിൽ നിൽക്കണം, കണ്ണങ്കാലിൻ്റെ മുകളിൽ നിൽക്കണം നമ്മുടെ മുണ്ട്. നമ്മുടെ പാൻറ് കണ്ണങ്കാലിൻ്റെ മുകളിൽ നിൽക്കണം. അതിന് താഴോട്ട് മനഃപൂർവ്വം മുണ്ടെടുക്കുന്ന ആളുകൾ, പാൻറ് വലിച്ച് താഴോട്ടിടുന്ന ആളുകൾ. ചിലരൊക്കെ മുണ്ടെടുപ്പ് കണ്ട രസമായിരിക്കും, അതിങ്ങനെ മുണ്ടിങ്ങനെ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കും. കാണുന്ന അഴുക്കും വേസ്റ്റും തുപ്പലും എല്ലാം ഈ പഹയൻ്റെ മുണ്ടിൽ ഇങ്ങനെ പറ്റും. ഈ മുണ്ടും വെച്ചുകൊണ്ട് പിന്നെ പള്ളിയിലും കയറും പുള്ളിക്കാർ. അത് പാൻ്റായാലും അങ്ങനെ തന്നെ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമുക്ക് ചിന്താശേഷിയുള്ളവർ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇത് ചെറിയ തെറ്റല്ല. ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, കാക്ക ഇത് ഇങ്ങനെ ചെയ്യരുത്, മുണ്ട് ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ട്, ഇത് വലിയ തെറ്റാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് പാപ്പർ സൂട്ടാവാൻ ഇത് മതി. ഗൗരവം പറഞ്ഞു കൊടുക്കണം. ബാക്കി പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്ന് വേണ്ട, പറഞ്ഞു കൊടുക്കണം. ബാക്കി പിന്നെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മൾ കണ്ടാൽ പറഞ്ഞു കൊടുക്കണം, ആക്ക ഇങ്ങനെ മുണ്ടെടുക്കരുത്, ഇത് തെറ്റാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ ശിക്ഷയാണ്, കണ്ടോ, പറഞ്ഞു കൊടുക്കണം. പിന്നീട് രണ്ടാമതായി തിരുനബി പറയുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുകയാണ്, വൽ മന്നാൻ, മുസ്ബിൽ, ഒന്ന് മുസ്ബിൽ, ഞെരിയാണിക്ക് താരെ മുണ്ടുടുക്കുന്ന പാൻ്റ് ഉടുക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ആൾ മന്നാൻ, ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ പരിസരത്തുള്ള അയൽവാസിക്ക് കൊടുത്ത്, അല്ലെങ്കിൽ കൂട്ടുകാരന് കൊടുത്ത്, അല്ലെങ്കിൽ പള്ളി വന്നപ്പോൾ ആർക്കാണ്ടൊക്കെ കൊടുത്തു, എന്നിട്ടിങ്ങനെ നാട് മൊത്തം പറഞ്ഞു കിടക്കുക. മറ്റേ അവനക്കില്ലേ ഇതൊക്കെ മറ്റേ ശുക്കൂറാക്ക, അയാൾക്ക് ഒന്നുമില്ല കിടന്നേത്, അങ്ങനെ കിടന്ന് നരയിച്ചപ്പോൾ ഞാനാ പിന്നെ 25,000 കൊണ്ട് കൊടുത്തത്. ഇപ്പോൾ പുള്ളിക്കാരിപ്പോൾ നല്ല ലെവലൊക്കെ ആയി. അയാളെ കാര്യമൊന്നും പറയാത്തതല്ലത്. അയാളിങ്ങനെ ഒന്നുമല്ലാതെ കിടന്ന് ഞാനൊക്കെ കൂട്ടിയല്ലേ സഹായിച്ചത്. ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് സ്വർണ്ണം പണയമൊക്കെ വെച്ച് കൊണ്ടുപോയി കൊടുത്ത് ഇപ്പം നല്ല ലെവലിലായപ്പോൾ അയാൾ ഭയങ്കര പോയില്ലേ, എല്ലാം പോയി. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് 4 പേരെ ആ കൊടുത്തത് അറിയിക്കും. 4 പേരെ അറിയിക്കും. അള്ളാഹു കാക്കട്ടെ, ചെറിയ കാര്യമല്ല ഇത്. ഇങ്ങനെ പറയാൻ ചില ആളുകൾക്ക് എന്തൊരു ഉഷാറാന്നറിയാമോ? ആർക്കെങ്കിലും 2 രൂപ കൊടുത്തിട്ട് ഒരാൾക്കൊരു സാധനം കൊടുത്താൽ ഞാനത് ആഖിറത്തിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനെന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു? അത് ആഖിറത്തിൽ, ഇനി ഞാൻ മരണപ്പെടുന്ന ദിവസം എനിക്കത് കിട്ടണം. ഞാനിവിടെ ദുനിയാവിലെ ആളുകളോട് പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നശിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി, എടുത്തു പറയൽ കൊണ്ട് നിങ്ങളുടെ സദഖയുടെ പ്രതിഫലം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ശുദ്ധ ഖുർആനിൽ നമ്മൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ആള് മന്നാൻ. ആര് മന്നാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ഗുണം ചെയ്തിട്ട് എടുത്തു പറയുക. ഒന്നാമത്തെ ആള് ഞെരിയാണിക്ക് താഴെ മുണ്ടുടുക്കുന്നവർ. ഇനി മൂന്നാമത്തെ ആള് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ ആളാരെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, വൽ മുൻഫിഖു സിൽഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്ത് കള്ളം പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ. കള്ളസത്യം ചെയ്ത് കള്ളം പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ. ഓ അള്ളാണ് അളിയാ, ക്വാളിറ്റി നമ്പർ 1 ക്വാളിറ്റിയാണ്. അളിയൻ ധൈര്യമായിട്ട് മേടിക്കുക. അള്ളാണ്. അല്ലോ, ഇങ്ങനെ പറയാൻ ചില കച്ചവടക്കാർക്ക് എന്തൊരു നാക്കാന്നറിയാവോ? അളിയ നമ്പർ 1 സാധനം, അത് ധൈര്യമായിട്ട് മേടിച്ച ഞാനല്ലേ, എന്നെ അളിയന് വിശ്വാസമല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് ക്വാളിറ്റി കുറഞ്ഞത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് വിൽക്കുക. നല്ല പശുവിനെ എവിടുന്നോ മേടിച്ചുകൊണ്ട് വന്ന് അറുത്ത്, എന്നിട്ട് പോത്തിൻ്റെ ഒരു തലയെടുത്ത് വെച്ചു,
അളിയാ പോത്ത് ഞാൻ അഞ്ചൽ പോയി മേടിച്ചുകൊണ്ട് വന്നു. അളിയും ധൈര്യമായിട്ട് മേടിച്ചോ? പോത്തിറക്കി അളിയാ, കള്ളം പറഞ്ഞ് വിൽക്കുക. പടച്ചറബേ ചീലാന്തി കൊണ്ടുവന്നിട്ട് അള്ളാഹുവേ തേക്കിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് പ്ലാവിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് അള്ളോണം തേക്കും തടി പ്ലാവ് സൂപ്പർ പ്ലാവ് ഇങ്ങനെ പറഞ്ഞ് കള്ളം പറഞ്ഞ് വിൽക്കുന്ന ആളുകൾ അള്ളാഹുവിന് തീരെ കണ്ടൂടാ. അള്ളാഹു കാക്കട്ടെ. ഞാനിത് ഓതി, ചെറിയ ഹദീസല്ലത്, സമുദായം എന്നൊന്നും മനസ്സിലാക്കിയിരിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ നിസ്കരിക്കുന്ന ആച്യാക്കന്മാർ വരെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന കാലഘട്ടമാണ്. ഒരിക്കലും അങ്ങനെ കള്ളം ക്വാളിറ്റി ഉള്ളതുപോലെ പറയുക. ഇസ്ലാം ചൂഷണം 1% ചൂഷണത്തിന് ഇസ്ലാം അനുവദിക്കില്ല. ഉള്ളതുപോലെ. ചിലപ്പോൾ നഷ്ടമൊക്കെ വരും, പക്ഷേ ആഖിറത്തിൽ നഷ്ടം വരില്ലല്ലോ. അതുകൊണ്ട് വല്ലാത്തൊരു ഹദീസാണിത്. തിരുനബി അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. 3 വട്ടം ഗൗരവത്തിൽ റസൂലുള്ളാഹി ഇങ്ങനെ ഓതിയപ്പോൾ കേട്ടിരുന്ന സ്വഹാബത്ത് ഖാബു വഖസിറു, ഇത്രയും പരാജയപ്പെട്ട വൃത്തികെട്ടന്മാർ ആരാണ് നബിയെ? 3 ആളുകൾ. ഈ 3 ആളുകളെ അവിടെ ചർച്ച ചെയ്തത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അർഹമുർ റഹീം.